പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. ഷഹീർ അലിയുടെ ഉമ്മ പറഞ്ഞ കഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം KJ മാക്സി MLA നിർവഹിച്ചു. ടാഗോർ ലൈബ്രറി പ്രസിദ്ധീകരിക്കുന്ന ഷഹീർ അലി എഴുതിയ ഉമ്മ പറഞ്ഞ കഥകൾ എന്ന കഥാപുസ്തകത്തിന്റെ പ്രകാശനം KJ മാക്സി MLA നിർവഹിച്ചു. തമിഴ്നാട് സയൻസ് ഫോറം പ്രസിഡന്റ് PB ഹംസ പുസ്തകം ഏറ്റുവാങ്ങി. അങ്ങനെ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൊച്ചിയെ പറ്റി പറയുമ്പോൾ കൊച്ചി ഒരു തൊഴിലാളി കേന്ദ്രമായിരുന്ന കൊച്ചി, അതോടൊപ്പം തന്നെ കൊച്ചി കലാകാരന്മാരുടെ ഒരു ഇറ്റില്ലമാണ് കൊച്ചി എന്ന് പറയാം. പാട്ടുകാരും അഭിനേതാക്കളും ഒക്കെയുള്ള വലിയ ഒരു ഇറ്റില്ല, എല്ലാ വിശ്രമവും. എന്നാൽ കൊച്ചി ഇപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാംസ്കാരികതയുടെ തെളിവുകളാണ് ഇവിടെ നമ്മളിങ്ങനെ ധാരാളം പുസ്തകങ്ങൾ എഴുതുന്നവർ കൊച്ചിയിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സുൽഫത്ത് ബഷീർ ഇവിടെ സദസ്സിലുണ്ട്, ഗിരിജ ടീച്ചർ ഇവിടെ സദസ്സിലുണ്ട്. അതുപോലെ സദസ്സിലിരിക്കുന്നതും വേദിയിലിരിക്കാൻ തന്നെ യോഗ്യതയുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. വന്നിരിക്കുന്നവരെല്ലാം സാധാരണ ആൾക്കാരല്ല, പലരും. ഇപ്പം നമ്മുടെ നാസർ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലരും. ആ എഴുത്തൊക്കെ നമ്മുടെ സമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. MV ബെന്നി പുസ്തക പരിചയം നടത്തി. ടാഗോർ സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷംസു യാക്കൂബ്, ശ്രീകാന്ത് മട്ടാഞ്ചേരി, CJ ജോൺസൺ, ഹാരിസ് അബു, ഷഹീർ അലി എന്നിവർ സംസാരിച്ചു. ടാഗോർ ലൈബ്രറി സെക്രട്ടറി CS ജോസഫ് സ്വാഗതവും സാഹിത്യവേദി സെക്രട്ടറി PP ജയപ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഉമ്മമാര് ഈ വാട്സപ്പ് നോക്കിയിരിക്കുന്ന, ഈ സെൽഫോൺ നോക്കിയിരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ അതിൽ നിന്ന് കുറച്ച് നേരം അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയോ വേണം. കാരണം ഇതെല്ലാം ഒരു നല്ല നീതി കഥകളും കുട്ടികൾക്ക് അവരെ നേർവഴിയിൽ നടത്താനുള്ള കുറച്ച് കഥകളാണ്. ഷഹീർ അലിയുടെ ഉമ്മ ഒരു തമിഴ് സംസ്കാരം അവരുള്ളവരാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, തമിഴിൽ ഇതുപോലുള്ള ഒരുപാട് കഥകൾ, അതിൻ്റെ ഏകദേശം ഒരു വലിയ ഒരു ഖജനാവാണ് തമിഴ് സാഹിത്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലുള്ള ഞാൻ കേട്ടിട്ടുള്ള ചില സിനിമയിൽ വന്നതായിട്ട് വേണം, അല്ലാതെ തന്നെയുള്ള കവിതകളായിട്ടൊക്കെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാർ വളർത്തുമ്പോഴാണ് ആ മക്കൾ നേർവഴിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിന് തമിഴിൽ പറയുന്ന ഒരു വഴി, എന്ത കുഴന്തയും നല്ല കുഴന്തയിതാൻ അന്നൈ വളർപ്പതില്ലേ അവർ നല്ലവരാവതും തീയറവരാവതും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.